ഏവൻഗേലിയൻ അയച്ച വേദഭാഗത്ത് ഒരു നിക്കോദിമോസ് എന്ന മനുഷ്യൻ. അദ്ദേഹം പരീശനാണ്, വലിയ വലിയ സമ്പന്നനാണ്, വെരി ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി, വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. ആ മനുഷ്യനാണ് രാത്രിയിൽ യേശുവിനെ കാണുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഇത്രയും പ്രഗത്ഭനായൊരു മനുഷ്യൻ വന്ന് ഈ ആശാരി ചെറുക്കൻ്റെ മുമ്പിലിരുന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ക്ഷീണം കാണുമായിരിക്കാം, എനിക്കറിയാൻ പറ്റും. അതേ അങ്ങനെ എഡ്യൂക്കേറ്റഡോ അല്ല യേശു കർത്താവ്, അങ്ങനെ വലിയ എഡ്യൂക്കേറ്റഡ്, എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം കവിച്ച്. അദ്ദേഹത്തെ പോലെ പഠിച്ചവനോ വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയവനൊന്നുമല്ല. അപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് രഹസ്യമായിട്ട് വന്നിച്ച് പറയാണ്, ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം, അല്ലാതെ ദൈവത്തിൻ്റെ കൈ നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലെന്ന് എനിക്കറിയാം. അതൊക്കെ അക്നോളജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനം, കോൺട്രിബ്യൂഷൻസ്, ഇതെല്ലാം തന്നെ എടുത്ത് കാണിച്ചുകൊണ്ടും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, എന്താ പറഞ്ഞു, രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇതെങ്ങനെ കിട്ടും, എങ്ങനെ സാധിക്കും, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വേദഭാഗത്ത് മുഴുവൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നീ നിത്യജീവൻ പ്രാപിക്കണം, അല്ലേ? നിത്യജീവൻ പ്രാപിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നീ വീണ്ടും ജനനം പ്രാപിക്കണം. നീ വീണ്ടും ജനനം പ്രാപിക്കാതെ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് ഒക്കില്ല. വളരെ കൃത്യമായിട്ട് കർത്താവ് വീണ്ടും ജനനം പ്രാപിക്കുക. ഇതെങ്ങനെയാണ് വീണ്ടും ജനനം പ്രാപിക്കാൻ നോക്കുക? നീ എങ്ങനെ വേണം? വെള്ളത്തിലും ആത്മാവിലും ജനിക്കണം, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? നീ വെള്ളത്തിലും ആത്മാവിലും ജനിക്കാത്തിടത്തോളം കാലം നിനക്ക് വീണ്ടും ജനനം പ്രാപിക്കാൻ ഒക്കത്തില്ല. സാധിക്കുന്നില്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ ഒക്കത്തില്ല. വലിയ കുഴപ്പമാണ്, അല്ലേ? അദ്ദേഹം വലിയ പ്രഗത്ഭനായ മനുഷ്യനാണ്, അദ്ദേഹത്തെ മോശക്കാരനൊന്നുമില്ല. നമ്മൾ വേദസം വായിക്കുമ്പോൾ അദ്ദേഹം ഈ അവിടുത്തെ നമ്മുടെ കണക്ക് പറഞ്ഞ സഭാ കൗൺസിൽ മെമ്പറാണ്. അതിനൊക്കെ യഹൂദന്മാരുടെ ടോപ്പായിട്ടുള്ള എല്ലാ ഡിസിഷൻ മേക്കിംഗ് ബോഡിയിലുള്ള മനുഷ്യനാണ്. അയാളാണ് ആ സമൂഹത്തെ നിയന്ത്രിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരുടെ കൂടെ, മഹാപുരോഹിതന്മാരുടെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. പുരോഹിതനല്ല, എന്നാൽ പരീക്ഷ നേതാവാണ്, ആത്മായ നേതാവാണ്. അദ്ദേഹത്തോടാണ് അദ്ദേഹം. അപ്പോൾ കുറേ വെറുതെക്കാരനെ പിടിച്ചൊന്നും നോക്കത്തില്ല. അപ്പം അത്രമാത്രം സ്ഥാനവും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെട്ടവരുമായ മനുഷ്യനോട് കയറി പറയാണ് യേശു മുഖത്ത് നോക്കി പറയുക, നിൻ്റെ ഈ സ്ഥാനവും മാനവും ഈ വിദ്യാഭ്യാസ യോഗ്യതയും സ്കോളർഷിപ്പൊന്നും അല്ലടാ, അല്ല, അതൊന്നും അല്ല വേണ്ടത്. നീ വീണ്ടും ജന്മം പ്രാപിക്കും, അല്ലാത്തിടത്തോളം നിനക്ക് നിത്യജീവൻ്റെ അവകാശിയാണ് ഒക്കെ, അല്ലേ? ഇത് ഭയങ്കര ചോദ്യമാണ്, അല്ലേ? ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്, നമ്മളോട് ചോദ്യമാണ്, എന്നോടുള്ള ചോദ്യമാണ്, നിങ്ങളോടുള്ള ചോദ്യമാണ്. എന്നാൽ സഭ എന്താണ് പഠിപ്പിക്കുന്നത്, അല്ലേ? സ്നാനമേറ്റ ഓരോ മനുഷ്യനും വീണ്ടും ജന്മം പ്രാപിച്ചത്. സ്നാനത്തോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ നൽവരത്തെ അതിൻ്റെ പ്രതീകമായി രണ്ട് മൂന്ന് സ്ഥാപന വാക്കുകളുണ്ട്, അല്ലേ? വീണ്ടും ജനനത്തിൻ്റെ അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ എന്തുണ്ട്? വിശുദ്ധ തൈലം കൊണ്ട് മുദ്രയിടപ്പെടുന്നു, അല്ലേ? പാവമോചനത്തിൻ്റെയും നിത്യജീവൻ്റെയും പ്രത്യാശയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ പൈതലിനെ സ്നാനപ്പെടുത്തുന്നു. സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്ന പരിശുദ്ധ റൂഹായുടെ പരിപൂർണ്ണ നൽവരത്തിൽ ലക്ഷ്യമായി വിശുദ്ധ മൂറോൺ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നു. അപ്പോൾ സഭ പഠിപ്പിക്കുന്നതും കർത്താവ് ആവശ്യപ്പെട്ടിട്ടുള്ളതും ഇതുതന്നെയാണ്. ഒന്നാണ് നീ എന്തു ചെയ്യണം? ആത്മാവിനാലും വെള്ളത്താലും അഭിഷേകം ചെയ്യപ്പെടുന്നു, നീ സ്നാനപ്പെടുന്നു. അപ്പോഴാണ് നീ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്, നീ വീണ്ടും ജനനം പ്രാപിക്കുന്നു. അങ്ങനെയാണ് നീ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്. സഭ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് പഠിപ്പിച്ച കാര്യം തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു തോന്നലുണ്ട്,
അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ആരാണ്? വീണ്ടും ജനനം പ്രാപിച്ചവരുടെ കൂട്ടമാണ് സഭ എന്ന് പറഞ്ഞത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പേർ വീണ്ടും ജനനം പ്രാപിച്ചവരാണെന്ന് ചോദിച്ചാൽ കയ്യോ അധികം പൊങ്ങില്ലെന്ന് എൻ്റെ തോന്നുന്നു. കാരണം ഇത് മനസ്സിലായിട്ടില്ല എന്താ പരിപാടി. അതുകൊണ്ടാണ് കൈവെക്കാൻ. കാരണം നിങ്ങൾ ഈ മാട്രിമോണിയൽ കോഡൊക്കെ നോക്കിയാൽ ചിലപ്പോൾ അതിനകത്ത് ബോൺ അഗെയിൻ പ്രത്യേകിച്ച് അത് നമ്മൾ തന്നെ അറിയാതെ പറയും അവരൊക്കെ ബോൺ അഗെയിനാണ്. ഞാൻ ബോൺ അഗെയിനല്ലെന്നാണ്. അവരൊക്കെ ബോൺ അഗെയിനാന്ന് പറഞ്ഞാൽ ഞാൻ ബോൺ അഗെയിനല്ലെന്നാണ്. വീണ്ടും ജനനം പ്രാപിച്ചത് അതല്ലേ. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? നമുക്ക് കൃത്യമായി അല്ലേ സഭയാണ് പഠിപ്പിക്കുന്നത്, സഭ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ സ്നാനമേറ്റിരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് സ്വീകരിക്കപ്പെട്ടിരുന്നു. അതിങ്ങനെ സാധിച്ചാൽ ആത്മാവിനും വെള്ളത്തിനും സ്നാനം സ്വീകരിക്കുന്നുണ്ട്. സംഭവിക്കുന്ന അതാണ്. അപ്പോൾ നമ്മളൊക്കെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളാണ്. ഇവിടുത്തെ ഈ പള്ളിയുടെ അംഗമൊന്നും മർത്തോമാ സഭയുടെ അംഗമൊന്നും അല്ല, അതിനേക്കാൾ അപ്പുറമാണ് അല്ലേ. ഇത് നമ്മൾ കാണപ്പെടുന്നതാണ്, അല്ല അപ്പുറത്തേക്കുണ്ട്. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് ഞാൻ, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം അതാണ് നമ്മുടെ. എന്നാൽ നമുക്ക് എപ്പോഴും തോന്നാനുള്ള സംശയം, ഒരു ഗുണവും കാണാനില്ലല്ലോ അല്ലേ. കർത്താവ് ലോകത്തെ രക്ഷിപ്പാൻ ലോകത്ത് വന്നു. കർത്താവിൻ്റെ മരണം മൂലം ലോകം ഇനി ഈ ലോകത്തെ രക്ഷിക്കും കർത്താവിന് ഒന്നും ചെയ്യാനില്ല, ദൈവത്തിനൊന്നും ചെയ്യാനില്ല. പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ, ലോകത്തെ തേജസ് നഷ്ടപ്പെട്ട് ലോകത്തെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം കിടന്ന് പിടച്ചതാണ് യേശു. അതുകൊണ്ടാണ് പറയുന്നത് ജീസസ് ഈസ് ദ ഗ്രീഫ് ഓഫ് ഗോഡ്. ആ യേശു കർത്താവിൻ്റെ മരണത്തിലൂടെ എന്തുണ്ടായി? നമുക്കെല്ലാവർക്കും രക്ഷ സാധ്യമാക്കി. എന്നിട്ട് എന്നാ ഗുണം? ഒരു ഗുണവുമില്ല അല്ലേ. നമ്മുടെ നോട്ടത്തിലാണ് പറയുന്നത്. നമ്മുടെ നോട്ടത്തിൽ കാണുമ്പോൾ എല്ലാം ഇപ്പോഴും പാപത്തിൽ തന്നെ ജീവിക്കുക. എന്താ ഗുണം? എന്താ കുഴപ്പം? ഇത് നമ്മുടെ ആക്കി തീർക്കാൻ സാധിച്ചില്ലെന്നുള്ളതാണ് അല്ലേ. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സ്വഭാവം, പൊതുവെ സഭയെക്കുറിച്ച് എടുത്താൽ നമ്മുടെ സ്വഭാവം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ അപ്പൻ അദ്ദേഹത്തിൻ്റെ വില്ല് എഴുതിയപ്പോൾ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ നമുക്ക് വെച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ടുണ്ട്. അപ്പം മരിച്ച നിമിഷം മുതൽ 10 ലക്ഷത്തിൻ്റെ ആരാവകാശി ഞാനാണ്. എൻ്റെ അപ്പനിട്ട് വെച്ചതാണെങ്കിൽ അപ്പം മരിച്ച നിമിഷം മുതൽ അതിൻ്റെ അവകാശി ഞാനാണ്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലാണെങ്കിൽ 4 പൈസയില്ല. ഞാനിങ്ങനെ പട്ടിണി കിടക്കുക. എനിക്കറിയാം എന്താ ബാങ്കിൽ വലിയ അപ്പനിട്ടിട്ടുണ്ടെന്ന്. ഇനി ഞാൻ പോയി പലിശ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പണം എടുത്ത് എനിക്ക് പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? പൈസ എവിടെയുണ്ട്? ബാങ്കിലുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ, സഭയുടെ സ്ഥിതി എന്ന് വെച്ചാൽ, ഈ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ മേലാത്തതുകൊണ്ടല്ല അല്ലേ. ഈ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ടെന്നും ഞാൻ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് അറിഞ്ഞിട്ട് അതിലൂടെ ലഭിക്കുന്ന ആത്മീയ ഭൗതിക അനുഭവങ്ങൾ പ്രാപിക്കാതെ ഇങ്ങനെ പട്ടിണി കിടന്നുകൊണ്ടിരിക്കുക, സ്റ്റാർവ് ചെയ്തിട്ട് ജീവിക്കുകയാണ്. സ്പിരിച്വൽ സ്റ്റാർവേഷൻ. അപ്പം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ സാധ്യമാക്കി തീർത്ത വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പൂർവ്വപിതാക്കന്മാർ വളരെ ദർശനത്തോടു കൂടെ ആണ് പഠിപ്പിച്ചത്. ഈ മാമോദീസ കഴിഞ്ഞ് വെച്ച് പോകുന്ന സമയത്ത് ഒരു കാര്യം പറയും. എന്താ പറയുന്നത് ഓർക്കുന്നുണ്ടോ? ഇന്ന് ഈ പൈതലിന് വേണ്ടി സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ കൈക്കൊള്ളുന്നുവെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള മാതാപിതാക്കൾക്ക് ജ്ഞാനപിതാവിനോ മാതാവിനോ പ്രത്യേകമായ കടമയുണ്ട്. നിങ്ങൾ ക്രമമായി പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്നതെന്നുള്ളത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പൈതൽ വളർന്നു വരുന്നതനുസരിച്ച് കർത്താവായ യേശു മിശിഹായിലുള്ള വിശ്വാസത്തിലും സഭയുടെ ഉപദേശത്തിലും വളർത്തിക്കോണം.
നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഈ പൈതലിന് മാതൃകയായിരിക്കും. ഈ പൈതൽ വളർന്ന് സ്വയമായി സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ കൈക്കൊള്ളുന്നു എന്ന് പരസ്യമായി ഏറ്റുപറയത്തക്ക വിധത്തിൽ ഈ പൈതലിനെ അഭ്യസിപ്പിക്കേണ്ട ചുമതല സഭ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. എന്തിനാ അങ്ങനെ പറഞ്ഞ്? അല്ലേ? സ്നാനത്തിലൂടെ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് തീർന്നില്ലേ? ഇനി എന്തിനാ ഇതൊക്കെ പഠിപ്പിച്ചേ? പൂർവ്വപിതാക്കളുടെ വലിയ ദർശനത്തോടുകൂടെ പറഞ്ഞതാണ്. ഈ കുഞ്ഞിനെ ഇത് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്താക്കണം? അവൻ സ്വയം അവൻ്റെ അനുഭവമാക്കി തീർക്കാത്തിടത്തോളം കാലം ബാങ്കിൽ പണം കിടന്നിട്ട് പട്ടിണി കിടക്കുന്നവനെ പോലെയാണ്. ഇന്നത്തെ ക്രിസ്തീയ ജീവിതം മുഴുവനും അങ്ങനെയാണ്. ബാങ്കിൽ പണം കിടപ്പുണ്ട്, പക്ഷെ ഞാനെന്ത് ചെയ്യുക? ഇപ്പോഴും പട്ടിണി കിടക്കുകയാണ്. ആത്മീയ പട്ടിണി നമ്മൾ കിടന്നുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് ഈ ചത്തഞ്ഞെന്ന് പറഞ്ഞിട്ട് പോണേ, അല്ലേ? നമ്മളെല്ലാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു വിശുദ്ധ മാമോദീസായിലൂടെ. എന്നാൽ മാമോദീസായിലൂടെ സാധ്യമായി തീർന്ന രക്ഷയുടെ അനുഭവക്കാരനാണ് ഞാനെന്ന് ഉറപ്പില്ല. അതിലൂടെ സാധ്യമായി തീർന്ന വീണ്ടെടുപ്പിൻ്റെ അനുഭവക്കാരനാണ് ഞാൻ. അതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. അല്ല, ഞാനിപ്പോൾ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ആരാ കാരണം? രണ്ടുപേരാണ് കാരണം. ഒന്ന് മാതാപിതാക്കളാണ് കാരണം, രണ്ട് സൺഡേ സ്കൂൾ അധ്യാപകരാണ് കാരണം, അല്ലേ? ഒന്ന് മാതാപിതാക്കളോടാണ് ഇത് പറഞ്ഞു കൊടുത്തത്, സൺഡേ സ്കൂൾ അധ്യാപകരോടല്ല പറഞ്ഞേ. ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രധാനമായ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഡൈവേഴ്സ് റേറ്റ് ഈസ് ഇൻക്രീസിങ് ലൈക്ക് എനിത്തിങ്. അത് പട്ടണത്തിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ ഡൈവോഴ്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. രണ്ട്, ഇൻ്റർ റിലീജിയസ് മാരേജസ് ആർ ഇൻക്രീസിങ് ലൈക്ക് എനിത്തിങ്. ഞാനതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷനൊന്നും ആവശ്യമില്ല. നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? കണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? അല്ലേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ കഴിഞ്ഞ 10 വർഷം കുടുംബജീവിതം നയിച്ചിട്ട് ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എവിടെ? ഉണ്ടാവില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ കത്തോലിക്ക സഭയിൽ ഓരോ വർഷവും ഓരോ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി വേർതിരിക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ ആ വർഷം പിതാവ് കൽപ്പിച്ചു, നമുക്ക് കുടുംബ പുനഃപ്രതിഷ്ഠാ വർഷം ആയിട്ട് പ്രഖ്യാപിച്ചു. കുടുംബ പുനഃപ്രതിഷ്ഠാ വർഷം ആയിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലായിടത്തും അതിനെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചും കുടുംബങ്ങൾ കുറേയും കൂടി ശക്തിപ്പെടേണ്ട ആവശ്യത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നു, പ്രസംഗിക്കുന്നു ഒക്കെ ഉണ്ട്. അപ്പോൾ പിതാവ് കൽപ്പനയുടെ അവസാനത്തെ ദിവസം എല്ലാ ക്രിസ്തീയ കുടുംബാംഗങ്ങളെയും വിളിച്ചു കൂട്ടി, ഭാര്യ ഭർത്താക്കന്മാരെ. അതിൻ്റെ കൂടെ നേരത്തെ തന്നെ ഒരു കൽപ്പന പറഞ്ഞു, 10 വർഷമായി 25 വർഷമായി കുടുംബജീവിതത്തിൽ ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു അവാർഡ് കൊടുക്കുന്നതാണ്. ഒറ്റ എൻട്രി ഉണ്ടായിരുന്നു, ഒരാൾ മാത്രം, ഒരു ഫാമിലി മാത്രമാണ് എൻട്രി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരെല്ലാം കൂടെ കൂടിയിരിക്കുക. ഫൈനൽ ഡേ, ഭയങ്കര ആളാണ്. ആ രൂപതയിലുള്ള സകലമാന കുടുംബം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെയും വിളിച്ച് സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ട്. പിതാവുണ്ട്, വേറെ ഡിഗ്നറ്ററീസ് ഉണ്ട്. അപ്പോൾ പിതാവ് അവാർഡ് കൊടുക്കുന്നതിന് മുൻപായിട്ട് ചോദിച്ചു, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു. 25 വർഷമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും അതിശയിക്കുന്നത് എങ്ങനെ പറ്റും? അപ്പോൾ അയാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ പ്രവേശിച്ചു. ഭാര്യയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നിട്ട് എന്തെങ്കിലും നിന്നോട് പറയാൻ തോന്നുമ്പോൾ ഞാൻ വരാന്തയിലോട്ട് ഇറങ്ങും. അപ്പോൾ നീ വാതിലടച്ചാണ്. എൻ്റെ ദേഷ്യമൊക്കെ തീരുമ്പോൾ ഞാൻ വാതിൽ കൊട്ടും, അപ്പോൾ തുറന്നാൽ മതി. എൻ്റെ പിതാവേ, കഴിഞ്ഞ് 25 വർഷക്കാലം ഞാൻ വരാന്തയിൽ തന്നെയാണ്. വരാന്തയിൽ തന്നെ കിടക്കുന്ന ആരും ഇവിടെ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കും. അല്ല, ഈ വഴക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അത് വേണ്ട, ഇതുവരെയും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നും മൊണ്ണയാണെന്ന് അർത്ഥം.
അതിന് അവർക്ക് അഭിപ്രായമില്ലല്ലോ, പിന്നെ എന്നെ വഴക്കുണ്ടാവാൻ അല്ലേ? അഭിപ്രായമുണ്ടെങ്കിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഭർത്താവ് പറയുന്നതെല്ലാം നമുക്ക് അങ്ങ് സ്വീകരിക്കാൻ പറ്റുമോ? ഭാര്യ പറയുന്നതെല്ലാം സ്വീകരിച്ചിട്ടാണെന്നോ? അല്ല, കുറച്ചൊക്കെ വഴക്കുണ്ടാക്കും, പിന്നെ അങ്ങ് പോട്ടെ വിട്ടുകൊടുക്കും അല്ലേ? അപ്പം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് പിള്ളേർ കണ്ടാൽ അവർ വിചാരിക്കും ഇപ്പോൾ നിങ്ങൾ ഡൈവോഴ്സ് ആവുമെന്ന് വിചാരിക്കും. അമ്മ ഇപ്പോൾ വെട്ടിയെടുത്ത് പോകുന്ന വിചാരിക്കുക. എന്നിട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അമ്മ നല്ലൊരു ചായയൊക്കെ ഇട്ടിട്ട് ആ ചായ. അപ്പോൾ കൊച്ചു വിചാരിക്കും എൻ്റെ കർത്താവ് ഇതെന്തായി കാണുന്നത്, 1 മണിക്കൂർ മുമ്പ് ഇപ്പോൾ തല്ലി പിരിയും എന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്താ കാര്യം? അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തെറ്റല്ല, വേണം, അറിയണം. പക്ഷേ ഒരു പരിധിയുണ്ടെന്നേ ഉള്ളൂ. അത് കാരണം ഇതൊക്കെ ഇറങ്ങാൻ നേരത്തെ, നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ കല്യാണത്തിന് ഇറങ്ങാൻ നേരത്തെ അമ്മ വന്നിട്ട് മോളോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ മോനോട് പറഞ്ഞിട്ടുണ്ട്, എടാ വേറെ വീട്ടിൽ നിന്ന് വരുന്ന പെങ്കൊച്ചാണ്. മോളോട് പറഞ്ഞിട്ടുണ്ട്, എടീ ഇവിടുത്തെ പോലെയൊന്നുമല്ല, വേറൊരു വീട്, അവിടുത്തെ രീതിയൊക്കെ വ്യത്യാസമാവും അല്ലേ? അതൊക്കെ വ്യത്യാസമാവും. അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിച്ചോണം. മാത്രമല്ല, രണ്ടും കൂടി അല്ലാതെ ഇങ്ങോട്ട് വരണ്ട, തന്നെ ഇങ്ങോട്ട് വന്ന് ഇവിടെ കയറ്റില്ല അല്ലേ? തന്നെ വന്നാൽ ഇങ്ങോട്ട് കയറ്റത്തില്ല. 2 പേരും വന്നാൽ ഒരു പ്രശ്നമില്ലെങ്കിൽ എപ്പോൾ വടങ്ങി വന്നു ഇവിടെ കുഴപ്പമില്ല. ഇന്നങ്ങനെയാണ്. ഇന്ന് നേരെ തിരിച്ചാണ്. അമ്മ കാലത്ത് 8 മണിയാകുമ്പോൾ ഫോൺ വിളിക്കും, 10 മണിക്ക് വിളിക്കും, 12 മണിക്ക് വിളിക്കും, അല്ല 3 മണിക്ക് വിളിക്കും, രാത്രിയും വിളിക്കും. എങ്ങനെയുണ്ടടി അമ്മായിമ്മ, വിട്ടുകൊടുക്കല്ലടി. അമ്മ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വിട്ടു. അപ്പോൾ അമ്മ എനിക്ക് ഇവിടെ നിൽക്കാൻ മേല, അങ്ങോട്ട് പോകുന്നടി, ഞാൻ നോക്കിക്കോളാം. അവൾ കേൾക്കേണ്ട താമസം പെട്ടിയെടുത്ത സ്ഥലം വിടും. അവിടെയാണ് കുഴപ്പം. പ്രശ്നമില്ലാത്ത ഭവനങ്ങളില്ല. എന്നാൽ പ്രശ്നങ്ങൾ എങ്ങനെ നാം കൈകാര്യം ചെയ്യും? ദൈവത്തോടു കൂടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതിന് ദൈവബോധം ഉണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. എങ്ങനെ സാധിക്കും? കല്യാണം കഴിച്ച കയ്യിലോട്ട് തരുമ്പോൾ എന്താ പറഞ്ഞേ? ഇനി മുതൽ നിങ്ങൾ 2 അല്ല 1 മാതാപിതാക്കളെ വിട്ടേച്ച് നീ ഭാര്യയോട് പറ്റിച്ച് എന്ന് പറഞ്ഞാൽ അവരെ എഴുതി തള്ളണമെന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആണോ? ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇതാണ് കുഴപ്പം. ഞങ്ങൾ ഒന്നാണെങ്കിൽ എന്തുണ്ടാവും? എങ്ങനെയാണ് ഒന്നാകുന്നത്? എങ്ങനെയാണ് ഒന്നാകണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. എന്താണെന്നറിയാവോ? എത്ര കുഴപ്പക്കാരനാണെങ്കിലും അല്ലെങ്കിൽ എത്ര കുഴപ്പക്കാരത്തിയാണെങ്കിലും ഇത് ദൈവം തമ്പുരാൻ എനിക്ക് തന്ന ഗിഫ്റ്റാണെങ്കിൽ അതിനെങ്ങനെ കണ്ടേനെ? ദൈവം എനിക്ക് തന്നതാണ്. ദൈവം കൂട്ടിച്ചേർത്തതിന് മനുഷ്യൻ വേറെ. അപ്പോഴാണ് ഒന്നാകുന്നത്. ഇതെൻ്റെ തമ്പുരാൻ എനിക്ക്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ടെങ്കിലും ദൈവമേ, നീ എനിക്ക് തന്ന സമ്മാനമാണല്ലോ എൻ്റെ ഭർത്താവ്. ദൈവമേ, നീ എനിക്ക് തന്ന ഭാര്യയാണല്ലോ, സമ്പാദ്യമാണ്, സമ്മാനമാണല്ലോ എൻ്റെ ഭാര്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയാൽ യു വിൽ ബി വൺ അല്ലേ? ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. എന്താ കാരണം? ഒന്നേ ഉള്ളൂ അല്ലേ? സഭ മാമോദീസ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങളെ ഏൽപ്പിച്ച പണി ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു 2 ഇൻ്റർ റിലീജിയസ് മാരേജസ്. നമ്മളിന്ന് നല്ല കുട്ടികളെ വളർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. യേശുവുള്ള കുട്ടിയെ വളർത്താൻ നാം പരാജയപ്പെട്ടു പോയി. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇതിന് വ്യത്യാസമുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, മാമോദീസ കഴിഞ്ഞ് കൈ തരുമ്പോൾ പറഞ്ഞു കൊടുത്തേ, ഈ കുട്ടിയെ യേശുവുള്ള കുട്ടിയായി വളർത്തണമെന്നാണ് പറഞ്ഞത്. ഈ കുട്ടി പ്രായമാകുമ്പോൾ പറയണം, യേശുവാണ് എൻ്റെ കർത്താവ്, രക്ഷിതാവ്, എൻ്റെ ദൈവം, എൻ്റെ എല്ലാം യേശുവാണെന്ന് പറയണം. അതുപോലെ വളർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞേ അല്ലേ? ഞാൻ വളരെ വിനയത്തോടെ ചോദിച്ചു, നിങ്ങൾ എത്ര പേർ ഈ കുട്ടികൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? എത്ര അപ്പനും അമ്മയും വരുത്തിയിട്ടുണ്ട്? നമ്മൾ വി വിൽ ടേക്ക് ഇറ്റ് എസ് ഗ്രാൻഡഡ്. അങ്ങനെയല്ലയോ? ഞങ്ങളുടെ വീട്ടിലല്ലേ വളർന്നേ. ഞാൻ കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ലേ? ഞാൻ സൺഡേ സ്കൂളിൽ കൊണ്ടുപോയിട്ടില്ലേ? പിന്നെ എന്നാ വേണം? അതുകൊണ്ടൊന്നും ഗുണമില്ല.
ഈ കുഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അതാ സഭ പറഞ്ഞിട്ട് കുഞ്ഞിനെ കൈ തന്നെ. സഭയുടെ കുഴപ്പമൊന്നുമല്ല. ആരുടെ കുഴപ്പമാണ്? മാതാപിതാക്കൾ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. ഞാൻ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ ചാർജ് എടുത്തപ്പോൾ ഞങ്ങളുടെ യുവജനങ്ങളെ കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. 16 സ്ഥലത്ത് വെച്ചാണ് കുട്ടികളെ കണ്ടത്. ഒരു 4-5 ഇടവകളിലെ കുട്ടികളെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി. ഒരു ആവറേജ് 100 കുട്ടികൾ വന്നിരുന്നു, ഓരോ സ്ഥലത്ത്, ഓരോ ഭാഗത്തും. നിങ്ങൾ ആലോചിച്ചോണ്ട് എത്ര ചെറുപ്പക്കാരവിടെയുണ്ട്. അപ്പം ഇവരൊന്നും അധികം പേരൊന്നും പള്ളി കയറുന്നൊന്നും അല്ലായിരിക്കും. ഇപ്പം മെത്രാൻ വിളിച്ചപ്പോൾ പോട്ടെ എന്ന് വിചാരിച്ചാലും കൂടെ വന്നും കൂടി ആയിരിക്കും. അപ്പോൾ അവരൊരുപാട് ചോദ്യം. ഞാൻ പ്രസംഗിക്കുകയൊന്നും ചെയ്തില്ല. അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുണ്ട്. എല്ലാം ഒരുപാട് ചോദ്യങ്ങൾ, നല്ല രസമായ സെഷൻസ്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം ചോദിച്ചു, ഞാൻ 3 ചോദ്യം, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചില്ല. അപ്പം നിങ്ങളോടൊരു 3 ചോദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെയൊക്കെ എത്ര വീടുകളിൽ കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥനയുണ്ടെന്ന് കൈ വെക്കാൻ പറ്റും? നിങ്ങൾ പറ, എത്ര കൈ വാങ്ങിക്കാണും? യു വിൽ ബി സർപ്രൈസ്. 8 കൈ. ഞാൻ ആദ്യം വിചാരിച്ചവർക്ക് മനസ്സിലാവാതെയാണോ, പിന്നെ മലയാളത്തിലായതുകൊണ്ട് അത് മനസ്സിലാകാതിരിക്കാൻ വഴിയില്ല. അത് ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 കുട്ടി കാണുമായിരിക്കും, എനിക്കറിയാൻ മേല, നോക്കിയില്ല. ആകെ 8 എണ്ണം കൈക്കുഞ്ഞ്. അപ്പോൾ എനിക്കങ്ങ് സങ്കടം തോന്നി. പിന്നെ ഞാൻ ചോദിച്ചാൽ അതിന് നിങ്ങൾ ഉത്തരവാദിയല്ല, നിങ്ങളെ മാതാപിതാക്കളാണ് അതിന് ഉത്തരവാദി അല്ലേ? നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ഞാനും പറയാം. കർത്താവെ കൈ വെക്കാൻ പറയല്ലേ, കൈ വെക്കാൻ പറയല്ലേ, കൈ വെക്കാൻ പറയല്ലേ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. ഇനി നിങ്ങളുടെ വളരെ പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും വേദപുസ്തകം വായിക്കുന്നവരുണ്ട്? ചോദിച്ചു. ധ്യാനമൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞ ധ്യാനിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ചോദിച്ചത്. ഞാൻ വെറുതെ ഒന്ന് വായിക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു 10 മിനിറ്റെങ്കിലും വായിക്കുന്നവരുണ്ട്. ഒരു കൈ കൂടെ പോയി. 8, 9. നേരത്തെ കൈയാണെന്ന് എനിക്കറിയാൻ വില. ഏതായാലും 9 കൈ പോയി. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു, നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും തനിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്? ഒരു കൈ കൂടി പോയി. അത് ചെങ്ങന്നൂരിൻ്റെ പ്രത്യേകതയല്ല, മാർത്തോമാ സഭയുടെ പരിച്ഛേദമാണ്. ഇന്നത്തെ മാർത്തോമാ സഭ പരിച്ഛേദമാണ്. ആരാ ഉത്തരവാദി? നമ്മളെ സഭ ഏൽപ്പിച്ചു തന്നപ്പോൾ സഭ നമ്മളോട് പറഞ്ഞത് ചെയ്യാവുന്നതുകൊണ്ടാണ്. ഈ കുട്ടി യേശുവുള്ള കുട്ടിയായി വളർത്തിയില്ല, നല്ല കുട്ടിയായി വളർത്തി. ആ കൊച്ചിന് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, മൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നല്ല കുട്ടിയായി വളർത്തി. ഈ കുട്ടി വീട്ടിലിരിക്കുമ്പോൾ നല്ല കുട്ടിയാണ് അല്ലേ? സൺഡേ സ്കൂളിൽ പോകുമ്പോൾ നല്ല കുട്ടിയാണ്, യുവരസയ്ക്കെത്തി പോകുമ്പോൾ നല്ല കുട്ടിയാണ്. 12th കഴിഞ്ഞേച്ച് അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വിടുമ്പോൾ അവളുടെയും അവൻ്റെയും തനി നിറം അപ്പോഴേ അറിയാവൂ. അപ്പോഴും നല്ല കുട്ടിയാണ്, കുഴപ്പമില്ല. ജോലി കിട്ടി, ജോലിയൊക്കെ ആയപ്പോഴും നല്ല ജോലിയാണ്. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും? എനിക്ക് കല്യാണത്തിൻ്റെ സമയം ചെറുക്കനോട് ചോദിക്കും, അങ്ങനെ വഴിക്ക് നിൽക്കും അല്ലേ? പെൺകൊച്ചിനോട് ചോദിക്കുമ്പോൾ അവളെങ്ങനെ പിന്നെ ആവട്ടെ ചെയ്യാം, വയസ്സായില്ല, പ്രായമായില്ല, അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വഴിക്ക് നിൽക്കും. അമ്മ സേവിയാ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്, അപ്പൻ ഇടവ് മിഷൻ്റെ സെക്രട്ടറിയാണ്. എന്നുവെച്ചാൽ നല്ല ആത്മീയ പള്ളിയുമായിട്ട് നല്ല ബന്ധമുള്ള വീടാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വന്ന് വെച്ചാൽ അമ്മയെ കാണാൻ വന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ വട്ടം കറങ്ങി. എന്നിട്ട് അമ്മയോട് പറയാം, അമ്മേ ഒരു കാര്യം. എന്താടാ? അമ്മേ ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അമ്മ ദീർഘനാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമ്മ, ഇവനെങ്ങനെയെങ്കിലും സംഭവിക്കാൻ വേണ്ടി. ചോദിച്ചു വന്നപ്പോഴല്ലയോ പരിപാടി തെറ്റിപ്പോയി. എവിടത്തെയോ ഒരു പെൺകൊച്ച് കരച്ചിലായി, കണ്ണുനീരായി, ബഹളമായി. അത് ഒരാളെ സ്തോത്രം പറഞ്ഞ അമ്മ കരയാൻ തുടങ്ങി. എൻ്റെ കൺമുൻപിൽ എൻ്റെ ഒരു ഡയോസിസിലെ സേവിയാസംഘ സെക്രട്ടറി ഇങ്ങനെ നിലത്തോട്ട് വീണു. ഞാൻ നേരത്തെ പറഞ്ഞതാ വിഷയം. ഇങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ? പിന്നെ കരച്ചിലും പിരിച്ചിലും ഒക്കെ നടത്തിയിട്ട് ഒരു കോംപ്രമൈസിലെത്തി എവിടെയെങ്കിലും കൊണ്ടുപോയി രഹസ്യമായി കൊണ്ട് മുക്കും. എന്നിട്ട് ലൈസൻസ് മേടിച്ചിട്ട് പള്ളി കാലത്ത് കിട്ടും, വൈകിട്ട് അമ്പലത്തിൽ കിട്ടും.
പിന്നെ ജീവിതത്തിൽ വെളിയിലും കയറിയിട്ടില്ല, അമ്പലത്തിലും കയറിയിട്ടില്ല, എവിടെയും കയറിയിട്ടില്ല. നമ്മുടെ അഭിമാനം കാത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുന്നൊരു പഴഞ്ചൻ മനുഷ്യനാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. യേശുവുള്ള കുട്ടിയെ വളർത്താൻ പരാജയപ്പെട്ടു പോയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, നിങ്ങൾ എത്ര പേർ നിങ്ങളുടെ മക്കൾ യേശുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്? സൺഡേ സ്കൂൾ അല്ല, 10 വർഷം മിനിമം നമ്മുടെ കൈ കിട്ടുന്നുണ്ട്. 10 വർഷം, അല്ലെങ്കിൽ 10 അല്ല 10-15 വർഷം കിട്ടുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് കുട്ടികളൊക്കെ പഠിക്കാൻ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. നമ്മൾ നല്ല ബിരുദ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് 98 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികൾ. അങ്ങനത്തെ കുട്ടികൾ നമ്മൾ മിടുക്കരാണ്. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ഈ ബിരുദ പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞാലും വലിയ ബിരുദിന് വേണ്ടി അവരെ ഒരുക്കിയിട്ടുണ്ടോ? ഈ കുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങളവർക്കൊരു യാത്രയപ്പൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾ എഴുന്നേറ്റെന്ന് പറയുമോ, എൻ്റെ സെൻട്രൽ സ്കൂളാണ് എന്നെ യേശുവിനെ കാണാനിടയായത്, യേശുവാണ് എൻ്റെ കർത്താവ്, രക്ഷിതാവ്, എൻ്റെ ദൈവം, എല്ലാം യേശുവാണ്, ജീവിച്ചാലും മരിച്ചാലും ഞാൻ യേശുവിന് വേണ്ടി കാണപ്പെടും. എല്ലാവരും അച്ഛനാവണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. എൻ്റെ അർത്ഥം യേശുവുള്ള ഡോക്ടറെ വേണം, യേശുവുള്ള ടീച്ചറെ വേണം. എന്താകും സഭ? ഇതിനെ നാം പരാജയപ്പെട്ടു പോയി. സൺഡേ സ്കൂളും പരാജയപ്പെട്ടു, മാതാപിതാക്കളും പരാജയപ്പെട്ടു. യേശുവുള്ളവനെ നാം വളർത്തിയാൽ അവൾ യേശുവുള്ളവനെ കണ്ടുപിടിക്കുകയുള്ളൂ, യേശുവിനെ ഉള്ളവനെ കാണുകയുള്ളൂ. ഇതൊന്നും നമുക്ക് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് നിലവിളിച്ചിട്ടെന്നാ ഗുണം? കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഒന്നുമില്ല. ചെറുപ്രായം മുതൽ ദൈവം നമ്മുടെ കയ്യിൽ തരുന്നതാണ്, അല്ലേ? ഇനി ഞാൻ വീണ്ടും ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന പ്രായമായവർ, മുടി നരച്ച അവരുടെ മനസ്സിലൊരു ചിത്രം എപ്പോഴും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണെന്നറിയാവോ? മുട്ടയിൽ നിൽക്കുന്ന അപ്പനെ കണ്ട് വളർന്നതാണ്. തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്ന് നെടുവീർപ്പിടുന്ന അമ്മയെ കണ്ട് വളർന്നിട്ടുള്ളവരാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെന്നേ, ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ട് വളർന്നതാണ്. അമ്മ പണ്ട് ഇൻ്റർമീഡിയറ്റിന് പോയതേ ഉള്ളൂ. ആ സമയത്ത് 17-ാമത്തെ വയസ്സിൽ 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആൾ. ഞങ്ങൾ 6 പിള്ളേരുണ്ട്. എല്ലാ 2 വയസ്സ് 1 വയസ്സിനൊക്കെ വ്യത്യാസമൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളൊക്കെ കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഈ അമ്മ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് മുട്ടവിളക്കം വെച്ച് അതിന് തലയെ തുണിയിട്ടിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് നെടുവീർപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇപ്പം അമ്മ മരിച്ചുപോയി, ഞാൻ ചോദിച്ചിട്ടില്ല. ഇടയ്ക്കൊന്ന് മുള്ളാൻ എഴുന്നേൽക്കുമ്പോഴും ഇത് തന്നെ കാണും. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവേ, ഈ അമ്മയ്ക്ക് എന്നാ പ്രശ്നം? എന്നെ ഇങ്ങനെ കിടന്ന് എന്തിനാണ് ഇത്ര നെടുവീർപ്പ്, ഇത്ര പ്രാർത്ഥന? എൻ്റെ കൺമുമ്പിൽ കാണുന്നതാണ് എപ്പോഴും, അല്ല ഇപ്പോഴും. ഇപ്പം നമ്മുടെ ഇടവക ശുശ്രൂഷകളിലൊക്കെ വരുമ്പോൾ പ്രശ്നം കാണുമ്പോഴും ഉടനെ എൻ്റെ മുൻപിൽ കാണുന്ന ചിത്രം അതാണ്. മുട്ടയിൽ നിന്ന് നെടുവീർപ്പിടുന്ന അമ്മയെ കണ്ട് വളർന്നു. ഇത് ഇവിടെ പ്രായമായവർ കണ്ടിട്ടാണ് വളർന്നത്. എൻ്റെ ചോദ്യം, നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? മുട്ടയെ നിൽക്കുന്ന അമ്മയെ കണ്ടിട്ടുണ്ടോ? തിരുവചനത്തിൻ്റെ മുമ്പിലിരുന്ന് നെടുവീർപ്പെടുന്ന അപ്പനെ കണ്ടിട്ടുണ്ടോ? എവിടെ? ഇതിനുള്ള ഭാഗ്യം ഈ തലമുറയിലുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, പിന്നെ അവർ നഷ്ടപ്പെട്ട് വല്ല വഴിക്കും പോയെങ്കിൽ ആരെ കുറ്റം പറയാനാണ്? ഇത് നമ്മുടെ പുനഃപ്രതിഷ്ഠയുടെ ദിവസമാകണം ഈ ഇടവക ദിനം, അല്ലേ? അടുത്ത ഇടവക ദിനത്തിൽ റിപ്പോർട്ട് പറയാൻ സാധിക്കണം. ഇവിടെ 240 എത്രയാണ്? 250 വീടുണ്ട്. ഈ 250 വീട്ടിലും കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥനയുണ്ട്. ഈ ഇടവകയിലെ സകലരും യേശുവാണ് അവരുടെ കർത്താവ്, രക്ഷിതാവ്, എല്ലാം യേശുവാണെന്ന് പറയും. എന്ത് സംഭവിക്കുന്നല്ലോ ചോദിക്കും. എൻ്റെ കാര്യം, ഈ ഇടവക കത്തും. തീ കൊണ്ടല്ല, ആത്മീയ തൃഷ്ണത കത്തും. ഞാൻ കത്തുന്നത് ചുറ്റുപാടും കാണും, കണ്ടുപിടിക്കും. നോക്കടാ, അവിടെ ഒരു ഇടവകയുണ്ട്, കാണണം. ഇത് ഈ സഭയ്ക്ക് ഉണ്ടാവണം. ഈ നവീകരണ കാലഘട്ടത്തിൽ ഈ സഭയിൽ എത്ര പേരുണ്ടായിരുന്നു? വളരെ കുറച്ച് പേര്. ആ പമ്പയുടെ കരയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു. അല്ലാതെ അതും വെറും സാധാരണക്കാരായ
കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഇതിനെന്തേ ഈ സഭ ഈ ലോകം മുഴുവനും മുമ്പേ പറക്കുന്ന പക്ഷിയെപ്പോലെ വളർന്നു വരുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അന്ന് ഈ സഭയിൽ 100% പറയും യേശു കർത്താവാണ് എൻ്റെ എല്ലാം. ഇത് ഈ തലമുറയിൽ ഉള്ള തലമുറകളിലേക്ക് ഇത് പകരുവാൻ തക്കവണ്ണം മാതാപിതാക്കളെ നിങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ സായിപ്പിൻ്റെ നാട്ടിൽ സംഭവിച്ചത് നമുക്ക് സംഭവിക്കും. സായിപ്പിൻ്റെ നാട്ടിൽ സംഭവിച്ചെന്ന് പറഞ്ഞു ലോകമെമ്പാടും മിഷണറിമാരെ അയച്ച ഒരു സഭയാണ് ഇംഗ്ലണ്ടിലെ സഭ. ലോകമെമ്പാടും ഇവിടെയൊക്കെ എത്ര മിഷണറിമാർ വന്നതാണ് അല്ലേ? വല്ലപ്പള്ളിയിലേക്ക് അവകാശപ്പെടാനുണ്ടെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഇവിടെയും മിഷണറിമാർ വന്ന് പ്രവർത്തിച്ചൊരിടമാണ്. ഇന്ന് നിങ്ങളവിടെ പോയാൽ നിങ്ങളുടെ നെഞ്ച് പൊട്ടും. ഞാൻ പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്ര സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിന്ന് ഉള്ള പള്ളികളിൽ ഒറ്റ മനുഷ്യനില്ലെന്നേ. അതൊക്കെ വിറ്റ് പോവുകയാണ്. എങ്ങോട്ടാണ് വിൽക്കണമെന്നറിയാവോ? നൈറ്റ് ക്ലബ്ബായിട്ട്, കള്ള് ഷാപ്പായിട്ട്. എനിക്ക് പറയുമ്പോൾ എനിക്ക് സങ്കടമാണ് അതിൻ്റെ മുമ്പ്. കാരണം ഇത് 100 വർഷത്തിന് പഴക്കമുള്ള പള്ളികളായതുകൊണ്ട് അതിന് പുറത്തുള്ള സ്ട്രക്ചറൊന്നും മാറ്റാൻ പറ്റത്തില്ല. കുരിശു മുകളിലുണ്ട്. അതിൻ്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്ന നൈറ്റ് ക്ലബ്ബെന്നും ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കി. എന്തോ ഒരു ഹ്യൂമിലിയേഷനാണ്, എന്തൊരു സങ്കടമാണ്. ഞാൻ കാനഡയിൽ പോയപ്പോൾ ഒരു കാത്തലിക് ഒരു ആശ്രമത്തിൽ താമസിച്ചു ഒരു ദിവസം. അവിടുത്തെ ആബട്ട് ഒരു മലയാളിയാണ്. അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങളുടെ പള്ളിയാണ്. ഒരു കാലത്ത് ഇത് നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാരുണ്ട്. വലിയൊരു പള്ളിയാണ്. അങ്ങ് ആകാശം മുട്ടെ പൊക്കി നിൽക്കുന്നത്. ഇന്ന് ഒറ്റ മനുഷ്യനില്ല. ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ മേല. അതിന് ഇലക്ട്രിസിറ്റി ബില്ലും അതിൻ്റെ ഹീറ്റിങ്ങും അതിനുള്ള പൈസ ഇല്ല. സർക്കാർ എടുത്തു. അതുകൊണ്ട് സർക്കാർ സർക്കസ് കമ്പനിക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനെൻ്റെ മുമ്പിൽ വെച്ച് കണ്ടപ്പോൾ ഞാനൊന്ന് എന്തായാലും അത് നടക്കുന്നതെന്നൊന്ന് വിചാരിച്ച് കയറി. സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് കയറി മുമ്പിൽ അപ്പോൾ ഗ്ലാസ് ഡോറാണ്. അതിൻ്റെ അകത്തോട് നോക്കുമ്പോൾ ട്രപ്പീസിയം പഠിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തമ്പുരാനെ ഇങ്ങനെ കവിഞ്ഞ് കിടന്ന അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്ന ഇടത്തിന് വന്നിരിക്കുന്ന ഗതികേട് എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം? തലമുറകളോട് യേശുവിനെ പറഞ്ഞില്ല, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുത്തില്ല, യേശുവിനെ കുറിച്ച് പറഞ്ഞു. അത്രയേ ഉള്ളൂ. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന പോലെ അത്രയേ ഉള്ളൂ. അവന് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയില്ല. അവിടെ നാം പരാജയപ്പെട്ടു പോയിരിക്കുക ലോകത്തിൻ്റെ മുൻപിൽ. ഇന്ന് നമ്മൾ പറയും ചെറുപ്പക്കാരില്ല, പള്ളിയിൽ എവിടെ വരുന്നു, പള്ളി വരുന്നില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയും. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ. എന്തുകൊണ്ട്? ഞാൻ ഈ ചെറുപ്പക്കാരുടെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കുന്ന എന്നോട് പറയുന്നത് എന്താണെന്നറിയാവോ? വി ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഫ്രം ദ ചർച്ച്. എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്ന സമയം? അതാ പറഞ്ഞു. എന്താ ഇല്ലയെന്ന് പറഞ്ഞേ? യേശുവിനെ കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കൊടുക്കാൻ സാധിക്കുമോ? സാധിക്കണം. മാതാപിതാക്കളെ, നിങ്ങളെ ദൈവം വിശ്വസിച്ചേൽപ്പിച്ച കുഞ്ഞുങ്ങൾ, അവർ യേശുവിന് വിലയുള്ളതാണ്. സ്നാനത്തിലൂടെ അവർക്ക് ലഭിച്ച വീണ്ടെടുപ്പിൻ്റെ സന്തോഷം കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പൈതൽ വിശുദ്ധ മൂറോൺ അഭിഷേകത്താൽ ആത്മാവാഭിഷേകം പ്രാപിച്ചവർ അത് ഉജ്ജ്വലിപ്പിക്കണം. ആ അനുഭവത്തിൽ അവർ വളർന്നു വരണം. എന്നിട്ട് പറയണം എല്ലാം യേശു. സമൂഹമേ മാറും, ലോകം മാറും, സമൂഹം മാറും അല്ലേ? ഈ നാട് മാറും, ഇടവക മാറും, എല്ലാം മാറും. കാരണം ഒരുവൻ ക്രിസ്തുവിൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അല്ലേ? ഇന്ന് നമ്മൾ ആത്മീയമായി സ്റ്റാർവ് ചെയ്തിരിക്കുകയാണ്, പട്ടിണി കിടക്കുകയാണ്. ഒരുപാടുണ്ട് നമുക്ക് അവകാശപ്പെടാൻ. പട്ടിണിയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഓരോ പരീക്ഷ വരുമ്പോഴത്തേക്കും കുട്ടികൾ സൂയിസൈഡ് ചെയ്യും. ഒരു A+, B ആയാൽ മതി. അപ്പോൾ 2 മാർക്ക് പറഞ്ഞാൽ ലോകം കീഴ്മേ പറഞ്ഞു. ഇതൊന്നും ഫേസ് ചെയ്യത്തക്ക വിധത്തിലുള്ള എന്തുണ്ട് അവർ വളർത്തുന്നില്ല.
ഞാൻ എൻ്റെ ഭദ്രാസനത്തിലെ എനിക്കൊരു 50ഓളം അച്ഛന്മാർ, റിട്ടയർ ചെയ്ത അച്ഛന്മാരുണ്ട്. ഞാനവരെ ഒരു ദിവസം വിളിച്ചു കൂട്ടി. 2-3 പ്രാവശ്യം വിളിക്കാറുണ്ട്. ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് എന്താ പറയാനുള്ളത്, എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് അതെങ്ങനെ രൂപപ്പെടുത്തണമെന്ന്. ഒരു അച്ഛൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അന്ധവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ അങ്ങനെ പറഞ്ഞേ? മർദ്ദമാ സഭയിൽ അന്ധവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, തിരുമേനി, ഇപ്പോൾ ഒരു വീട് കല്ലിടണമെങ്കിൽ ആരാണ് നിശ്ചയിക്കുന്നത്? ഒരു വീട് കൂദാശ നടത്തണമെങ്കിൽ ആരാണ് നിശ്ചയിക്കുന്നത്? കല്യാണത്തിന് പെണ്ണും ചെറുക്കനും പള്ളിയിലേക്ക് ഇറങ്ങുന്നതിന് ആരാണ് നിശ്ചയിക്കുന്നത്? ഞാൻ ചോദിച്ചു, ആരാണ് നിശ്ചയിക്കുന്നത്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് പിടി കിട്ടിയില്ലേ? നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി ഇല്ലേ? കിട്ടി. ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉണർവ് യോഗത്തിന് പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് വെച്ച് ഇറങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഈ കാര്യം പറഞ്ഞു, അന്ധവിശ്വാസത്തെക്കുറിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു, തിരുമേനിയുടെ തൊട്ട് മുമ്പിലിരുന്ന ആ സ്ത്രീ തിരുമേനി പറഞ്ഞപ്പോൾ കാല് വലിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ വെച്ചാൽ, കാലേ കെട്ടുണ്ട്. തിരുമേനി പറഞ്ഞില്ലയോ, കയ്യെ കെട്ടും കാലേ കെട്ടും. ഇനി എവിടെയൊക്കെ കെട്ടില്ലാത്തതെന്ന് ആർക്കറിയാം? കാണുന്നത് കയ്യും കാലം ഉള്ളല്ലോ, വേറെ എവിടെയൊക്കെ കെട്ടിയില്ല. ഇവിടെ നോക്കി ഇവിടെ തപ്പിയ കാണാം പലരുടെ കയ്യിലും കെട്ട്. എന്ത് അന്ധവിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? രാഹുവാണ് നിശ്ചയിക്കുന്നത് പെണ്ണിറങ്ങുന്നത് എപ്പോഴാണ്. രാഹുവിനെയും ഖേതുവിനെയും സകലത്തെ സൃഷ്ടിച്ച തമ്പുരാനാണ് എൻ്റെ തമ്പുരാൻ എന്ന് പറയാൻ കഴിവില്ലാത്തതുകൊണ്ടല്ലേ? അല്ലേ? ആണോ? മിണ്ടുന്നില്ലാരും. ഞാനൊരു വീട് കല്ലിടാൻ പോയി. വലിയ അതാണ് ഒരു മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവിടെ ഒരു മേശ വെച്ചിട്ടുണ്ട്, കല്ല് വെച്ചിട്ടുണ്ട്, കുരിശൊക്കെ അതിന് മുകളിൽ കൊത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുഴി കാണാനില്ല. ഞാൻ ചോദിച്ചത് എവിടെയാണ് ഇടുന്നത്? അത് ബേസ്മെൻറ്റിലാണ് ഇടുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ കല്ലെടുക്കുക, അവിടെ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് അവിടെ ഇട്ടാൽ മതിയല്ലോ എന്ന്. അത് വേണ്ടതിന് വേണ്ടി ഇവിടെ മതി എന്ന് പറയും. ഞാൻ എന്തോ കാരണത്താൽ അങ്ങോട്ട് നടന്നു. അവിടെ ഇട്ടാലോ എന്ന് ചോദിച്ചു. അവിടെ ചെന്നപ്പോഴല്ലയോ എന്നെ അവിടെ കയറ്റാത്തതിൻ്റെ കാര്യം മനസ്സിലായി. തൂശനിലയും നിലവിളക്കും സൂത്രവും ഒക്കെ അവിടെ ഇങ്ങനെ വെച്ച് ആരാണ്ട് വന്നിട്ട് പൂജ കഴിഞ്ഞിട്ട് പോയിരിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ തീർക്കും. നിങ്ങളാലോചിച്ചു, അന്ധവിശ്വാസം വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? ദൈവവിശ്വാസം കുറഞ്ഞു എന്നുള്ളത് ലക്ഷണം അല്ലേ? ആരാണ് ഉത്തരവാദി? പ്രൈമറി റെസ്പോൺസിബിലിറ്റി എനിക്കാന്ന് ഞാൻ പറയാം. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാത്തത് കൊണ്ടാണ്, എൻ്റെ അച്ഛന്മാർ നിങ്ങളെ ഓർമ്മിപ്പിക്കാത്തത് കൊണ്ടാണ്, ആത്മായ നേതാക്കന്മാർ നിങ്ങളെ ഓർമ്മിപ്പിക്കാത്തത് കൊണ്ടാണ്. ഇത് നമ്മുടെ പുനഃപ്രതിഷ്ഠയുടെ ദിവസമാകണം. ഈ 104ാമത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അല്ലേ, നമ്മുടെ ഇത് പറയത്തക്ക വിധത്തിൽ നമ്മുടെ ഇടവകയെ വളർത്തിയെടുക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ഇടവക ദിനം ആഘോഷങ്ങൾ എല്ലാം അർത്ഥവത്തായി തീരും. ഇതിൽ കുറഞ്ഞ കർത്താവ് അർത്ഥം ആഗ്രഹിക്കുന്നില്ല. നിക്കോദിമോസിനോട് പറഞ്ഞു, നിൻ്റെ ഈ വലിയ പണി ചെയ്തൊന്നും എനിക്ക് കാര്യമില്ല. നീ വലിയ സ്കോളറാണെന്നും നീ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഒക്കെ പണ്ഡിതനാണെന്നും ഒക്കെ പറയുന്നുണ്ടെന്ന കാര്യം, നീ വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ പറഞ്ഞു, വീണ്ടും ജനനാനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത് ഉറയ്ക്കണം. ആ ഉറപ്പാണ് നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കണം. നീ വീണ്ടും ജനനം, ആത്മാവിനാൽ വെള്ളത്താലും നീ ജനിച്ചവനാണ്. ഇത് ഇങ്ങനെ വെറുതെ വാക്കാ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമാകുമ്പോഴാണ് എന്താവുന്നത്. ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലങ്ങളുടെ മധ്യേയും തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശു മതി എന്ന് ധൈര്യത്തോടെ പ്രഘോഷിപ്പാൻ സാധിക്കും. അതിന് നമുക്കിടയാകണം. അതിന് ദൈവം തമ്പുരാൻ നമ്മേവരെയും സഹായിക്കട്ടെ. ആ വലിയ അനുഭവത്തിൻ്റെ അംശങ്ങളായി തീരുമ്പോൾ ഒരു കത്തുന്ന സഭ, കത്തുന്ന ഇടവക, അതാണ് നമുക്ക് സ്വപ്നം കാണേണ്ടത്. അതിനായി നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവ് മൂലം നമ്മെ അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും എനിക്കും നിങ്ങളോടൊപ്പം ഈ ഇടവദിനത്തിൽ സംബന്ധിപ്പാനിടയായുള്ള സന്തോഷം അറിയിച്ചു വാക്കുകളെ ഉപസംഹരിക്കും.